അച്ഛന്റെ നിലവിളിയല്ലേ കേട്ടത് കമലാക്ഷി? എന്റെ ദൈവമേ, ഒന്നും പറയാതെ അങ്ങ് പോയോ? എന്റെ പൊന്നേ അച്ഛാ! അയ്യോ, അച്ഛനിത് നിലവിളിച്ചേ? നിലവിളിച്ചൊന്നുമല്ല, ഞാൻ എന്റെ മായമോളെ വിളിച്ചതാ. കേട്ടാ? അച്ഛാ! ഓഹോ, നിലവിളി കേട്ടപ്പോ എല്ലാരും പേടിച്ചു പോയില്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ മായയെ വിളിച്ചതാ. ഓ, ഇങ്ങനെ 4 വിളി വിളിച്ചാൽ മതി, അവള് ബോംബെന്ന് പറഞ്ഞെത്തും. നീ എന്തിനാ കൂടെ പറപ്പ ഇങ്ങനെ കരയണേ? നീ ഇങ്ങനെ കരഞ്ഞാ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ചേട്ടാ, നമ്മുടെ അച്ഛൻ അവള് വരുമ്പോ വരട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് കിടക്കുന്നേ? അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ മക്കൾക്കാർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ മനസ്സ് പൊള്ളിയത് വെറുതെയല്ല. ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാ പയ്യൻ. അവന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ. ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ. ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അതിന് അവളെ കൂടെ സമ്മതിക്കണ്ടേ അച്ഛ? സമ്മതിക്കും. അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചതാ. ആ നിമിഷം എന്റെ ചങ്ക് പറിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നാളെ അവരിവിടെ വരുന്നുണ്ട്. ജോലിത്തിരക്കെന്നും പറഞ്ഞ് 2 കൊല്ലമായി ബോംബെന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം. അതിനുള്ളൊരു വഴി ആലോചിക്കുക ഞാൻ. അവിടെ പോയി അവളെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. അതിന് ഈ ഗോവിന്ദൻകുട്ടി മൈസൂരിൽ എപ്പോഴായിട്ടായിരുന്നല്ലേ? അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലേ? ആ, എന്നാ കണ്ടു. അവനെ തെക്കേ മുറി കിടക്കുന്നുണ്ട്.